മാർച്ച് 9. റോമിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഫ്രാൻസിസിൻ്റെ ജീവിതം ലൗകികവും മതപരവുമായ ജീവിതത്തിൻ്റെ വശങ്ങൾ സംയോജിപ്പിക്കുന്നു. അർപ്പണബോധവും സ്നേഹമുള്ള ഒരു ഭാര്യയായ അവർ പ്രാർത്ഥനയുടെയും സേവനത്തിൻ്റെയും ഒരു ജീവിതശൈലി ആഗ്രഹിച്ചു. അതിനാൽ റോമിലെ ദരിദ്രരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർ സ്ത്രീകളുടെ ഒരു കൂട്ടം സംഘടിപ്പിച്ചു. സമ്പന്നരായ മാതാപിതാക്കൾക്ക് ജനിച്ച ഫ്രാൻസിസ് ചെറുപ്പത്തിൽ തന്നെ മതപരമായ ജീവിതത്തിലേക്ക് ആകൃഷ്ടയായി. അവളുടെ മാതാപിതാക്കൾ അതിനെ എതിർത്തു. ഒരു യുവപ്രഭുവിനെ അവളുടെ ഭർത്താവായി തിരഞ്ഞെടുത്തു. തൻ്റെ പുതിയ ബന്ധുക്കളുമായി പരിചയപ്പെട്ടപ്പോൾ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയും സേവനത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഫ്രാൻസിസും വനോസയും ഭർത്താക്കന്മാരുടെ അനുഗ്രഹത്തോടെ ദരിദ്രരെ സഹായിക്കാൻ ഒരുമിച്ച് പുറപ്പെട്ടു. ഫ്രാൻസിസ് കുറച്ചു കാലത്തേക്ക് രോഗബാധിതയായി. പക്ഷേ ഇത് അവൾ കണ്ടുമുട്ടിയ കഷ്ടപ്പെടുന്ന ആളുകളോടുള്ള അവളുടെ പ്രതിബദ്ധതയെ കൂടുതൽ ആഴത്തിലാക്കുക മാത്രമേ ചെയ്തുള്ളൂ. വർഷങ്ങൾ കടന്നുപോയി. 2 ആൺമക്കളെയും 1 മകളെയും പ്രസവിച്ചു. കുടുംബജീവിതത്തിൻ്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതോടെ ആ യുവ അമ്മ സ്വന്തം വീട്ടിലെ ആവശ്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. ഫ്രാൻസിസിൻ്റെ സംരക്ഷണയിൽ കുടുംബം അഭിവൃദ്ധി പ്രാപിച്ചു. എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇറ്റലിയിലുടനീളം ഒരു വലിയ പ്ലേഗ് പടർന്നു. അത് റോമിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നതിനായി ഫ്രാൻസിസ് തൻ്റെ എല്ലാ പണവും ഉപയോഗിക്കുകയും രോഗികൾക്ക് ആവശ്യമായതെല്ലാം വാങ്ങാൻ തൻ്റെ സ്വത്തുക്കൾ വിൽക്കുകയും ചെയ്തു. എല്ലാ വിഭവങ്ങളും തീർന്നുപോയപ്പോൾ ഫ്രാൻസിസും വനോസയും വീട് തോറും ഭിക്ഷാടനത്തിന് പോയി. പിന്നീട് ഫ്രാൻസിസിൻ്റെ മകൾ മരിച്ചു. വിശുദ്ധ അവളുടെ വീടിൻ്റെ ഒരു ഭാഗം ആശുപത്രിയായി തുറന്നു. ഈ ജീവിത രീതി ലോകത്തിന് വളരെ ആവശ്യമാണെന്ന് ഫ്രാൻസിസിന് കൂടുതൽ ബോധ്യമായി. അധികം താമസിയാതെ അവൾ അഭ്യർത്ഥിക്കുകയും പ്രതിജ്ഞകളാൽ ബന്ധിതരായ സ്ത്രീകളുടെ ഒരു സമൂഹം സ്ഥാപിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. അവർ ദൈവത്തിനും ദരിദ്രരുടെ സേവനത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ചു. സൊസൈറ്റി സ്ഥാപിതമായതിനു ശേഷം ഫ്രാൻസിസ് കമ്മ്യൂണിറ്റി വസതിയിൽ താമസിക്കാതെ ഭർത്താവിനൊപ്പം വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. ഭർത്താവ് മരിക്കുന്നതുവരെ 7 വർഷം അവൾ അത് ചെയ്തു. തുടർന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ശേഷിച്ച കാലം സമൂഹത്തോടൊപ്പം ജീവിച്ചു, ദരിദ്രരിൽ ദരിദ്രരെ സേവിച്ചുകൊണ്ട്.